ഒരു വിമാനം ആൻഡീസ് മഞ്ഞുമലകളുടെ മുകളിൽ തകർന്നു വീഴുകയും ആ അപകടത്തിൽ നിരവധി പേർ മരണപ്പെടുകയും നിരവധി പേർ ജീവനോടെ അവശേഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ ജീവനോടെ ഉള്ളവരെ കണ്ടെത്തുന്നതിനോ രക്ഷപ്പെടുത്തുന്നതിനോ കഴിയാതെ വന്നതോടുകൂടി അവരുടെ ജീവിതം ഓരോ ദിവസവും ദുരിതപൂർണമായി തീർന്നു. മഞ്ഞുമലയുടെ മുകളിൽ ചുറ്റിലും മഞ്ഞല്ലാതെ മറ്റൊന്നും തന്നെ ഭക്ഷണമാക്കാൻ ഇല്ലാതിരുന്നതിനാൽ തങ്ങളുടെ കൂടെ യാത്ര ചെയ്തിരുന്ന തങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും മനുഷ്യമാംസം കഴിക്കേണ്ടി വന്ന് 72 ദിവസങ്ങൾ സർവൈവ് ചെയ്ത 1972 ഉറുഗ്വേൻ എയർഫോഴ്സ് ഫ്ലൈറ്റ് 571 എന്ന വിമാനാപകടത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ഈ ടെല്ലിംഗ് ഹിസ്റ്ററിയിലൂടെ പറയാൻ പോകുന്നത്. സൗത്ത് അമേരിക്കൻ രാജ്യമായ ഉറുഗ്വേയിൽ 1968ലും 1970ലും ദേശീയ ചാമ്പ്യൻഷിപ്പ് നേടിയ ഓൾഡ് ക്രിസ്ത്യൻ ക്ലബ്ബ് എന്ന റഗ്ബി ടീം എല്ലാ വർഷവും നടക്കാറുള്ളതുപോലെ ടൂർണമെൻറ്റിനായി 1972 സൗത്ത് അമേരിക്കയിലെ തന്നെ മറ്റൊരു രാജ്യമായ ചിലിയിലേക്ക് പോകുന്നതിനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ടൂർണമെൻറ്റിന് പോകുമ്പോൾ അവരുടെ സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും കൂടെ കൂട്ടുന്നത് പതിവാണ്. അങ്ങനെ പോകുമ്പോൾ പ്രിയപ്പെട്ടവരോടൊപ്പം വെക്കേഷൻ ആഘോഷിക്കുകയും ചെയ്യാം, ടൂർണമെൻറ്റിൽ പങ്കെടുക്കുകയും ചെയ്യാം. അങ്ങനെ എല്ലാ വർഷത്തെയും പോലെ 1972 ഒക്ടോബറിൽ ഈ റഗ്ബി ടീം ടൂർണമെൻറ്റിനായി ചിലിയിലേക്ക് പോകേണ്ടി വന്നു. അങ്ങനെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ റഗ്ബി ടീമും സുഹൃത്തുക്കളും ഫാമിലി മെമ്പേഴ്സും അടങ്ങുന്ന 40 പേർ 1972 ഒക്ടോബർ 12 ഉറുഗ്വേയിലെ മൗണ്ട് വീഡിയോയിലെ കറാസ്കോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നു. അവർ സാധാരണ ഒരു വിമാനത്തിലല്ല പോകാൻ പ്ലാൻ ചെയ്തിരുന്നത്. അന്നത്തെ ഉറുഗ്വേൻ സൈന്യത്തിന് സാമ്പത്തികമായ പ്രതിസന്ധി നേരിട്ടിരുന്നതിനാൽ $1600 അടച്ചാൽ ഉറുഗ്വേൻ എയർഫോഴ്സിൻ്റെ വിമാനങ്ങൾ വാടകയ്ക്കെടുക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ FH-227D എന്ന മോഡലിൽപ്പെടുന്ന ഉറുഗ്വേൻ എയർഫോഴ്സ് T571 എന്ന രജിസ്ട്രേഷനുള്ള ഉറുഗ്വേൻ എയർഫോഴ്സിൻ്റെ ചെറിയൊരു വിമാനം $1600 വാടകയ്ക്കെടുത്ത് 1972 ഒക്ടോബർ 12 രാവിലെ 8 മണിക്ക് ചിലിയിലേക്ക് പുറപ്പെട്ടു. ചിലിയിലെ സാന്റിയാഗോ ലക്ഷ്യമാക്കിയാണ് വിമാനം പറന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഭൂമിശാസ്ത്രപരമായ ഒരു പ്രത്യേകത എന്തെന്ന് വച്ചാൽ ചിലി എന്ന രാജ്യത്തെ വേർതിരിച്ച് നിർത്തുന്നത് ഉയരമേറിയ കൊടുമുടികളോടുള്ള ആൻഡീസ് പർവ്വതനിരകളാണ്. ഏതൊരു വിമാനവും ചിലി എന്ന രാജ്യത്തിലേക്ക് കടക്കണമെങ്കിൽ ആൻഡീസ് പർവ്വതനിരകൾക്ക് മുകളിലൂടെ പറന്ന് ആൻഡീസ് പർവ്വതനിരകളെ ക്രോസ് ചെയ്യേണ്ടതുണ്ട്. ഈ വിമാനത്തിൽ 19 റഗ്ബി ടീം അംഗങ്ങളും അവരുടെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളുമായ 21 പേരും പിന്നെ 5 വിമാന ജീവനക്കാരടക്കം 45 പേരാണ് ചിലി ലക്ഷ്യമാക്കി പറക്കുന്ന ഈ വിമാനത്തിനുള്ളിലുള്ളത്. ഈ വിമാനം പറത്തിയിരുന്ന ഫെറാഡോസ് എന്ന പൈലറ്റ് വളരെ പരിചയസമ്പന്നനായ 5117 മണിക്കൂർ പറക്കൽ ഹിസ്റ്ററിയുള്ള പൈലറ്റായിരുന്നു. ഉറുഗ്വേയിൽ നിന്ന് ചിലിയിലേക്ക് പോകുമ്പോൾ ആൻഡീസ് പർവ്വതനിരകളിലെ പ്ലാഞ്ചോൺ ചുരം കടക്കേണ്ടതെങ്ങനെയാണെന്ന് അദ്ദേഹത്തിന് വ്യക്തമായി അറിയാമായിരുന്നു. പ്ലാഞ്ചോൺ ചുരത്തെ അദ്ദേഹം മുമ്പ് 29 തവണ ക്രോസ് ചെയ്തിട്ടുമുണ്ട്. ആൻഡീസ് പർവ്വതനിരകളിലെ ഈ പ്ലാഞ്ചോൺ ചുരത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാതെ ഒരു പൈലറ്റുകാർക്കും ഇതുവഴി വിമാനം പറത്താൻ സാധിക്കുകയുമില്ല. അത്രയ്ക്കും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിമാനപാതയാണിത്. കാരണം ഈ പ്രദേശങ്ങളിലെ പർവ്വത ശിഖരങ്ങൾക്ക് 22,000-ലധികം അടി ഉയരമുണ്ടായിരുന്നു. ഈ ചെറു വിമാനത്തിനാകട്ടെ മാക്സിമം ഉയർന്നു പറക്കാൻ പറ്റുന്ന കപ്പാസിറ്റി 22,500 ആണ്. മാത്രവുമല്ല ഈ പ്രദേശത്തെ കാലാവസ്ഥ പെട്ടെന്ന് മാറിക്കൊണ്ടേയിരിക്കും. നിമിഷ നേരം കൊണ്ട് മൂടൽമഞ്ഞിനാൽ പർവ്വതങ്ങളെയും കാഴ്ചകളെയും മൂടിക്കളയും. ഈ യാത്രയിലും അത്തരമൊരു കാലാവസ്ഥാ വ്യതിയാനം നേരിടേണ്ടി വന്നു. മുന്നോട്ടുള്ള കാഴ്ചകൾ മൂടം മഞ്ഞിനാൽ മൂടിയതിനാൽ പൈലറ്റായ ഫെറോഡോസ് പരിശീലന ട്രെയിനിയായിരുന്ന ലഗുരാര എന്ന സഹ പൈലറ്റിനോട് അർജന്റീനയിലെ മൊണ്ടോസോ എയർപോർട്ടിൽ ലാൻഡിംഗ് സിഗ്നൽ കൊടുത്ത് വിമാനം അവിടെ ലാൻഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അർജന്റീനയിലെ മൊണ്ടോസോ എയർപോർട്ടിൽ വിമാനമിറക്കി. അന്നൊരു ദിവസം ഈ വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും അർജന്റീനയിലെ മൊണ്ടോസോ എയർപോർട്ടിൽ തങ്ങേണ്ടതായി വന്നു. ഈ സമയത്ത് അവർ ഏതാനും ഷോപ്പിങ്ങുകളൊക്കെ നടത്തിയിരുന്നു. ഇതിൽ പലരും ചിലിയിലെത്തിയ ശേഷം ആഘോഷിക്കുന്നതിനായി വൈനും മദ്യവുമൊക്കെ വാങ്ങിയിരുന്നു. ഈ സമയത്ത് അവർക്കറിയില്ലായിരുന്നു ഈ വൈനും മദ്യവും ഒക്കെയാണ് പിന്നീട് ഏതാനും പേരുടെ ജീവൻ നിലനിർത്താൻ പോകുന്നതെന്ന്. അങ്ങനെ ആ ഒരു ദിവസം കടന്നുപോയി. പിറ്റേ ദിവസം, അതായത് 1972 ഒക്ടോബർ 13 അന്ന് കാലാവസ്ഥയൊക്കെ മെച്ചപ്പെട്ടു. ഉച്ച കഴിയുന്ന സമയത്ത്, ഏതാണ്ട് 2 മണിയൊക്കെ കഴിയുന്ന സമയത്ത് പൈലറ്റിൻ്റെ നിർദ്ദേശപ്രകാരം എല്ലാവരും വന്ന വിമാനത്തിൽ തന്നെ കയറി. അങ്ങനെ ഉച്ച കഴിഞ്ഞ് 2:18 ആകുന്ന സമയത്ത് തന്നെ ഉറുഗ്വേൻ എയർഫോഴ്സ് ഫ്ലൈറ്റ് 571
മൊണ്ടോസ എയർപോർട്ടിൽ നിന്ന് ചിലി ലക്ഷ്യമാക്കി പറന്നുയർന്നു. യഥാർത്ഥത്തിൽ അർജന്റീനയിലെ മൊണ്ടോസ എയർപോർട്ടിൽ നിന്ന് ചിലിയിലെ സാന്റിയാഗോയിലേക്കുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള ദൂരം കണക്കാക്കിയാൽ വെറും 180 കിലോമീറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അർജന്റീനയെയും ചിലിയെയും വേർതിരിച്ചു നിർത്തുന്ന ആൻഡീസ് പർവ്വതനിരകളെ മറികടക്കേണ്ടതിനാൽ വിമാനത്തിന് കുറച്ച് ചുറ്റിപ്പറന്ന് പർവ്വതങ്ങളുടെ ഉയരം കുറഞ്ഞ പ്ലാഞ്ചോൺ ചുരത്തിലെത്തി ആ ചുരം മറികടന്ന് ആൻഡീസ് പർവ്വതനിരകൾക്ക് മുകളിലൂടെ പറന്ന് ആൻഡീസ് പർവ്വതങ്ങളെ മറികടക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയത്ത് വിമാനം പറത്തുന്നതിൻ്റെ പൂർണ്ണ കൺട്രോളും പൈലറ്റായ ഫെറാഡാസ് ട്രെയിനിയും കോ പൈലറ്റുമായ ലഗുരാരയെ ഏൽപ്പിക്കുകയാണ്. കാരണം ട്രെയിനിയായ ലഗുരാരയ്ക്ക് ഈ പ്രദേശത്ത് വിമാനം പറത്തി എക്സ്പീരിയൻസ് ഉണ്ടാകാൻ വേണ്ടിയായിരുന്നു ഫെറാഡാസ് അങ്ങനെ ചെയ്തത്. അങ്ങനെ വിമാനം 1 മണിക്കൂറോളം പറന്ന് 3:21 സമയത്ത് വിമാനം പ്ലാഞ്ചോൺ ചുരത്തിലെത്തി. ഇതുവരെയും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. എല്ലാവരും വളരെ സന്തോഷത്തിലുമായിരുന്നു. എന്നാൽ അതിനുശേഷം ട്രെയിനിയും സഹപൈലറ്റുമായിരുന്ന ലഗുരാരയുടെ ചില മണ്ടത്തരങ്ങൾ ആ സന്തോഷത്തിൻ്റെ ആയുസ് കുറച്ചു. പ്ലാഞ്ചോൺ ചുരത്തിലെത്തിയ സമയത്ത് സഹപൈലറ്റായ ലഗുരാര ചിലിയിലെ സാന്റിയാഗോയിലെ എയർ ട്രാഫിക് കൺട്രോളുമായി ബന്ധപ്പെട്ട ശേഷം ഞങ്ങൾ പ്ലാഞ്ചോൺ ചുരത്തിലെത്തിയെന്നും ഇനി ഏതാണ്ട് 3:32 സമയത്ത് ചിലിയിലെ കുരുക്കോയിൽ എത്തുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. അതായത് പ്ലാഞ്ചോൺ ചുരത്തിൽ വിമാനമെത്തിയാൽ ആൻഡീസ് പർവ്വതനിരകൾ കടന്ന് ചിലിയിലെ കുരുക്കോയിൻ എന്ന സ്ഥലത്തെത്താൻ 11 മിനിറ്റിൻ്റെ പറക്കലുണ്ട്. ഇത്രയും ഇൻഫർമേഷൻ പാസ് ചെയ്തതുവരെ എല്ലാം വളരെ ശരിയായിരുന്നു. എന്നാൽ വെറും 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ആ കോ പൈലറ്റായ ലഗുരാര ചിലിയിലെ സാന്റിയാഗോയിലെ എയർ ട്രാഫിക് കൺട്രോളറുമായി ബന്ധപ്പെട്ടു. തങ്ങൾ കുരുക്കോയിലെത്തിയെന്നും ഇനി വിമാനം വടക്കോട്ട് തിരിയുകയാണെന്നും ഉടൻ തന്നെ സാന്റിയാഗോയിലെത്തുമെന്നും അതിനാൽ ലാൻഡിംഗ് പെർമിഷനും ചോദിച്ചു. ഈ സന്ദേശം കേട്ട എയർ ട്രാഫിക് കൺട്രോളർ ഉദ്യോഗസ്ഥനായ എൻറിക് അത്ഭുതപ്പെട്ടു. കാരണം സാധാരണയായി പ്ലാഞ്ചോൺ ചുരത്തിലെത്തിയ വിമാനം കുരുക്കോയിലെത്താൻ 11 മിനിറ്റ് എടുക്കും. എന്നാൽ സന്ദേശം ലഭിച്ചിരിക്കുന്നത് വെറും 3 മിനിറ്റ് കൊണ്ട് കുരുക്കോയിൽ എത്തിയതായിട്ടാണ്. കോ പൈലറ്റ് നാവിഗേഷൻ തെറ്റായി കാൽക്കുലേറ്റ് ചെയ്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു പിഴവ് സംഭവിച്ചത്. പൈലറ്റായ ഫെറാഡാസ് കോ പൈലറ്റിൻ്റെ ആ പിഴവ് ശ്രദ്ധിച്ചിട്ടുമുണ്ടായിരുന്നില്ല. എന്തായാലും എയർ ട്രാഫിക് കൺട്രോളർ ഉദ്യോഗസ്ഥൻ പൈലറ്റിൻ്റെ ഇൻഫർമേഷൻ പ്രകാരം വിമാനം 25,000 അടിയിൽ നിന്ന് 10,000 അടി താഴ്ത്തി പറത്താനുള്ള ഇൻഫർമേഷൻ നൽകുകയും ലാൻഡിംഗ് അനുമതി നൽകുകയും ചെയ്തു. പക്ഷേ യഥാർത്ഥത്തിൽ വിമാനം പ്ലാഞ്ചോൺ ചുരത്തിൻ്റെ ഭാഗത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. കുരുക്കോയിൽ നിന്ന് സാന്റിയാഗോയിലേക്കുള്ള യാത്രയാണെന്ന് തെറ്റിദ്ധരിച്ച് വിമാനം 10,000 അടി താഴത്തേക്ക് പറത്താൻ ആരംഭിച്ചു. പക്ഷേ വിമാനം ആൻഡീസ് പർവ്വത നിരകളിലാണെന്ന് അവർക്കറിയില്ലായിരുന്നു. അന്തരീക്ഷത്തിലെ മൂടൽമഞ്ഞും വ്യക്തതയില്ലായ്മയും കാരണം വിമാനം താഴ്ന്നു പറന്നപ്പോൾ വിമാനം എയർ പോക്കറ്റിൽ വീഴുന്നുണ്ടായിരുന്നു. അന്തരീക്ഷമർദ്ദം തീരെ കുറഞ്ഞ പ്രദേശത്തേക്ക് എത്തുമ്പോഴാണ് വിമാനത്തിൽ ആ ഒരു പ്രതിഭാസം പ്രകടമാകുന്നത്. അപകടം മണത്തറിഞ്ഞ പൈലറ്റ് വിമാനം ഉടനടി ഉയരത്തിലേക്ക് പറത്താൻ ശ്രമിക്കുമ്പോഴേക്കും ആ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ആ വിമാനത്തിൻ്റെ 2 ചിറകുകളും പിൻഭാഗവും ആൻഡീസ് പർവ്വത ശിഖരങ്ങളിൽ ഇടിച്ചു തകർന്ന് വിമാനം കുറച്ചുകൂടി മുന്നിലേക്ക് പറന്ന് അപ്പോൾ പറന്നുകൊണ്ടിരിക്കുന്ന ഉയരത്തിൽ നിന്നും 2379 അടി താഴത്തേക്ക് മഞ്ഞു മൂടിയ പർവ്വതമടക്കിലേക്ക് മണിക്കൂറിൽ 350 കിലോമീറ്റർ വേഗതയിൽ വന്ന് പതിച്ച് ഒരുപാട് ദൂരം നീങ്ങി നിരങ്ങി നിന്നു. ആ വിമാനത്തിൽ പൈലറ്റായ ഫെറാഡാസ് അടക്കം 5 പേർ മരിച്ചിരുന്നു. വിമാനത്തിൻ്റെ പിൻഭാഗം ഇടിച്ചു തകർന്ന സമയത്ത് വിമാനത്തിൻ്റെ പുറകുവശത്ത് ഇരിക്കുകയായിരുന്ന 7 പേർ ആകാശത്തിലേക്ക് പറന്നുപോയിരുന്നു. അവരുടെ ഡെഡ് ബോഡി പോലും പിന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ആ ഒരു അപകടത്തിൽ 12 പേർ തക്ഷണം മരണപ്പെട്ടിരുന്നു. ഇപ്പോൾ വിമാനം കിടക്കുന്നത് ഭൂനിരപ്പിൽ നിന്നും 11,710 അടി ഉയരത്തിൽ മഞ്ഞിനാൽ മൂടിയ ഒരു പർവ്വതമടക്കിലാണ്. ജീവനക്കാരടക്കം 45 പേരുണ്ടായിരുന്ന ആ വിമാനത്തിൽ ഇനി 33 പേർക്ക് ജീവനുണ്ട്. അതിൽ ചിലർ കോമയിലാണ്, ചിലരുടെ കൈകാലുകൾ ഒടിഞ്ഞിരിക്കുന്നു. വീഴ്ചയുടെ ആഘാതത്തിൽ ഉണ്ടായിട്ടുള്ള വലുതും ചെറുതുമായിട്ടുള്ള പരിക്കുകൾ എല്ലാവർക്കുമുണ്ട്. ഇതേ സമയത്ത് തന്നെ വിമാനത്തിൻ്റെ ഇന്ധന ടാങ്കിൽ നിന്ന് ഇന്ധനം ചോരുന്നുമുണ്ട്. ഇന്ധനത്തിൻ്റെ ഗന്ധം ആ അന്തരീക്ഷത്തിലാകെ പടർന്നു നിന്നു. മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതിയിലുള്ളവർ മറ്റുള്ളവരെ വിമാനത്തിന് പുറത്തേക്ക് എത്തിക്കാൻ സഹായിക്കാൻ തുടങ്ങി. കാരണം വിമാനത്തിൽ നിന്നുള്ള ഇന്ധനം വൻതോതിൽ ഒഴുകുന്നതിനാൽ വിമാനം കത്തുമോ എന്നവർ ഭയപ്പെട്ടിരുന്നു. പരിക്കേറ്റ ഓരോരുത്തരെയും പുറത്തേക്ക് എത്തിക്കുമ്പോഴാണ് അവർക്ക് ആ ഒരു കാര്യം മനസ്സിലായത്. അന്തരീക്ഷത്തിലെ താപനില -0 ഡിഗ്രിക്കും താഴെയാണ്. ഒരു കാരണവശാലും ഈ കാലാവസ്ഥയിൽ പുറത്തേക്കിറങ്ങാൻ സാധിക്കുകയില്ല.
ആയതിനാൽ തകർന്നു കിടക്കുന്ന ആ വിമാനത്തിനുള്ളിൽ തന്നെ ഇരിക്കുവാൻ അവർ തീരുമാനിച്ചു. ഇക്കൂട്ടത്തിൽ ഡോക്ടേഴ്സ് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും ഡോക്ടേഴ്സിന് പഠിക്കുന്ന 2 പേരുണ്ടായിരുന്നു. ഗുസ്താവോ സെർബിനോ എന്നയാൾ ഫസ്റ്റ് ഇയർ മെഡിക്കൽ സ്റ്റുഡൻറ്റും കെനാസ 2ാം വർഷ മെഡിക്കൽ സ്റ്റുഡൻറ്റുമായിരുന്നു. ഈ ഇരുവരും ചേർന്നായിരുന്നു പരിക്ക് പറ്റിയവരെയെല്ലാം കെയർ ചെയ്ത് പരിപാലിച്ചിരുന്നത്. വിമാനത്തിൻ്റെ പുറകുവശം തകർന്നു പോയിരുന്നതിനാൽ അന്തരീക്ഷത്തിലെ തണുത്ത കാറ്റ് വിമാനത്തിനുള്ളിലേക്ക് ഇരച്ച് കയറുന്നുണ്ടായിരുന്നു. ആയതിനാൽ യാത്രക്കാരുടെ ലഗേജ് ബാഗുകളും പെട്ടികളും തുണികളും കൊണ്ട് ആ ഒരു ഭാഗം അടച്ചു. വിമാനത്തിനുള്ളിലെ സീറ്റുകളും ആൾക്കാരും പല ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുകയാണ്. പലരും വേദന കൊണ്ട് നിലവിളിക്കുകയും കരയുകയും ചെയ്യുന്നുണ്ട്. വിമാനത്തിൻ്റെ സീറ്റുകളെല്ലാം വിമാനത്തിന് പുറത്താക്കി വിമാനത്തിൻ്റെ ഉൾഭാഗം വൃത്തിയാക്കി പരിക്ക് പറ്റിയവരെയും ബോധക്ഷയം സംഭവിച്ചവരെയും തണുപ്പിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് വിശ്രമിക്കുവാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി. അങ്ങനെ ഇരിക്കെ കോൺകെ സബേല എന്നൊരു യാത്രക്കാരൻ കോക്പിറ്റിനുള്ളിലെ വയർലെസ് സംവിധാനം ഉപയോഗിച്ച് വിമാനം തകർന്നു കിടക്കുന്നതും രക്ഷാസഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുമുള്ള ഒരു സന്ദേശം അയക്കാമെന്ന് കരുതി ശ്രമപ്പെട്ട് കോക്പിറ്റിനുള്ളിൽ കയറി. എന്നാൽ അദ്ദേഹം അതിനുള്ളിൽ കണ്ട കാഴ്ച അതിഭീകരമായിരുന്നു. കോക്പിറ്റിൻ്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിരിക്കുന്നു. പൈലറ്റായ ഫെറാഡാസിൻ്റെ ശരീരത്തിനുള്ളിലേക്ക് വിമാനാവശിഷ്ടങ്ങൾ തുളങ്ങി കയറി അദ്ദേഹം മരിച്ചിരിക്കുന്നു. കോപ്പൈലറ്റായ ലഗുരാരയുടെ ശരീരത്തിനുള്ളിലേക്കും കോക്പിറ്റിലെ ഉപകരണങ്ങളെല്ലാം തുളച്ചു കയറിയിരിക്കുന്നു. അദ്ദേഹത്തിന് ജീവനുണ്ട്. അദ്ദേഹം വേദന സഹിക്കാനാകാതെ ഒന്ന് അനങ്ങാൻ പോലും ആകാത്ത വിധം കുടുങ്ങിയിരിക്കുന്നു. കോപ്പൈലറ്റിന് ജീവനുള്ളതിനാൽ മോങ്കോ സബേല അദ്ദേഹത്തെ പുറത്തിറക്കാൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹത്തിന് ഒന്ന് അനങ്ങാൻ പോലും കഴിയാത്ത വിധം ശരീരത്തിനുള്ളിലേക്ക് ഉപകരണങ്ങൾ തുളച്ചു കയറി ആ ക്യാബിൻ മുഴുവനുമായും ജാമായിരിക്കുകയാണ്. വേദന സഹിക്കാൻ കഴിയാത്ത ലഗുരാര സൈഡിലൊരു ബാഗുണ്ടെന്നും ആ ബാഗിനുള്ളിൽ നിന്ന് തോക്കെടുത്ത് തന്നെ ഒന്ന് വെടിവെച്ച് കൊല്ലാൻ മോങ്കോ സബേലയോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ മോങ്കോ അത് ചെയ്തില്ല. എന്തായാലും അധിക നേരം കോപ്പൈലറ്റായ ലഗുരാര ജീവിച്ചിരിക്കില്ല എന്ന് മനസ്സിലാക്കിയ മോങ്കോ സബേല ആ കോക്പിറ്റിൽ നിന്നും പുറത്തിറങ്ങി. വിമാനത്തിൻ്റെ പുറകുവശത്തുണ്ടായിരുന്ന ബാറ്ററി സംവിധാനങ്ങൾ തകർന്നു പോയിരുന്നതിനാൽ കോക്പിറ്റിലുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുമുണ്ടായിരുന്നില്ല. ആയതിനാൽ അദ്ദേഹത്തിന് സഹായ സന്ദേശങ്ങൾ അയക്കാനും കഴിഞ്ഞില്ല. അന്നേ ദിവസം രാത്രി ആയപ്പോഴേക്കും ഗുരുതരമായി പരിക്കേറ്റവരിൽ 5 പേർ കൂടി വീണ്ടും മരിക്കുന്നു. അക്കൂട്ടത്തിൽ കോപ്പൈലറ്റായ ലഗുരാരയും ഉണ്ടായിരുന്നു. ഇനി ജീവനോട് അവശേഷിക്കുന്നത് 28 പേരാണ്. അങ്ങനെ ആ ഒരു ദിവസം കടന്നുപോയി. പിറ്റേ ദിവസം ശനിയാഴ്ച അത് നല്ല തെളിഞ്ഞ ആകാശമുള്ള ഒരു ദിവസമായിരുന്നു. മരിച്ചുപോയവരെയെല്ലാം വിമാനത്തിന് പുറത്തെടുത്ത് മഞ്ഞിൽ തന്നെ കുഴിച്ചിട്ടു. ഇതേ സമയം ചിലിയിലെ രക്ഷാദൗത്യസേന തകർന്നു കിടക്കുന്ന വിമാനത്തിനായിട്ടുള്ള തിരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. ഈ തകർന്നു കിടക്കുന്ന വിമാനത്തിന് മുകളിലൂടെ 2 ഹെലികോപ്റ്ററുകൾ പറക്കുന്നത് കണ്ട് തകർന്ന വിമാനത്തിൽ ജീവനോടെ അവശേഷിച്ചവർ സഹായത്തിനായി കൂകി വിളിക്കുകയും ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് കൈ വീശുകയും ഒക്കെ ചെയ്തു. പക്ഷേ ആ വിമാനം കിടക്കുന്നത് മഞ്ഞിലായതിനാൽ തന്നെ മഞ്ഞിൻ്റെ ധവളിമ കാരണം ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന രക്ഷാദൗത്യസേനയ്ക്ക് വിമാനത്തെ കാണാൻ കഴിഞ്ഞില്ല. ഹെലികോപ്റ്ററുകൾ പോയി മറഞ്ഞപ്പോൾ ആ അപകടത്തിൽപ്പെട്ടവർക്ക് വളരെയധികം നിരാശയുളവാക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. എന്നാലും അവർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. രക്ഷാസേനകളുടെ തിരച്ചിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ ഞങ്ങളെ കണ്ടെത്തുമെന്നും രക്ഷപ്പെടുത്തുമെന്നും അവർ ഉറച്ചു വിശ്വസിച്ചു. എന്നാൽ ആ ഹെലികോപ്റ്ററുകൾ പിന്നെ ആ വഴിക്ക് വന്നിട്ടേ ഉണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്ത് അവർക്കൊരു കാര്യം മനസ്സിലാകുകയാണ്. ഈ 2 ഹെലികോപ്റ്ററിലെ രക്ഷാപ്രവർത്തകർക്കും തങ്ങളെ കാണാൻ കഴിയാത്തതിന് കാരണം മഞ്ഞിൻ്റെ വെള്ള നിറവും വിമാനത്തിൻ്റെ വെള്ള നിറവും കാരണം മുകളിൽ നിന്ന് നോക്കുന്നവർക്ക് തകർന്ന വിമാനത്തെ തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ്. അങ്ങനെ അവർ ഒരു ബുദ്ധി പ്രയോഗിക്കാൻ ശ്രമിച്ചു. വിമാനത്തിനുള്ളിൽ നിന്ന് സ്ത്രീകൾ ഉപയോഗിച്ചിരുന്ന ലിപ്സ്റ്റിക്കും നെയിൽ പോളിഷും എടുത്ത് തകർന്ന വിമാനത്തിന് മുകളിൽ SOS എന്ന് എഴുതാൻ ശ്രമിച്ചു. എന്നാൽ ആ അക്ഷരങ്ങൾ എഴുതി പൂർത്തിയാക്കുന്നതിന് മുന്നേ തന്നെ ലിപ്സ്റ്റിക്കും നെയിൽ പോളിഷും തീർന്നിരുന്നു. ആയതിനാൽ അവർ ബാഗുകളും സൂട്ട് കേസുകളും കൊണ്ട് മഞ്ഞിൽ X എന്ന ആകൃതിയിൽ അടുക്കി. ഏതെങ്കിലും വിമാനമോ ഹെലികോപ്റ്ററോ ഇതുവഴി വരികയാണെങ്കിൽ അവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയായിരുന്നു അവർ അങ്ങനെ ചെയ്തിരുന്നത്. ഇനി അവർ നേരിട്ടിരുന്ന വളരെ വലിയൊരു വിഷയം ഭക്ഷണമായിരുന്നു. ദൈർഘ്യം കുറഞ്ഞ ചെറിയൊരു വിമാനയാത്രയായിരുന്നതിനാൽ തന്നെ ആരും തന്നെ ഭക്ഷണങ്ങൾ കരുതിയിരുന്നില്ല. എന്നാൽ അർജൻറ്റീനയിൽ വിമാനമിറങ്ങിയ സമയത്ത് ആ മൊണ്ടോസ എയർപോർട്ടിൽ നിന്ന് പലരും വൈനും മദ്യവും ചോക്ലേറ്റും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു.
അങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വിമാനത്തിനുള്ളിൽ അവശേഷിക്കുന്നുണ്ടോ എന്ന് ആ തകർന്ന വിമാനമാകെ അരിച്ചു പറക്കി. അവർക്ക് 3 ബോട്ടിൽ വൈനും വൈറ്റ് ഡ്രമ്മും കുറേ ചോക്ലേറ്റും കിട്ടി. കൂട്ടത്തിൽ ഒരു റേഡിയോയും കിട്ടിയിരുന്നു. 7-8 ദിവസം വരെ വളരെ ചെറിയ നിശ്ചിത അളവിൽ ആ ചോക്ലേറ്റും വൈനും മദ്യവും പങ്കിട്ട് കഴിച്ച് വിശപ്പടക്കി. ഇതിനിടയിൽ അപകടത്തിൽ കോമയിലായിരുന്ന നന്ദോ പാരഡെ എന്ന യുവാവിൻ്റെ സഹോദരി മരണപ്പെട്ടു. അവളുടെ മരണത്തോടെ ഇനി ജീവിച്ചിരിക്കുന്നവർ 27 പേരായി ചുരുങ്ങി. ഇപ്പോൾ വിമാനം അപകടത്തിൽപ്പെട്ടിട്ട് 10 ദിവസങ്ങളായിരിക്കുന്നു. 10ാം ദിവസം അവരുടെ കയ്യിലുണ്ടായിരുന്ന റേഡിയോ വഴി ആ ഒരു വാർത്ത അവർ കേൾക്കുകയാണ്. ഇതുവരെയും തകർന്ന വിമാനം കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം നിർത്തുകയാണ് എന്നായിരുന്നു ആ വാർത്ത. ആ വാർത്ത കേട്ട എല്ലാവരും മാനസികമായി തകർന്നുപോയി. ആരും തങ്ങളെ രക്ഷപ്പെടുത്തുവാൻ ഇനി എത്തുകയില്ല എന്നവർക്ക് ബോധ്യമായി. ഒന്നുകിൽ സ്വയം രക്ഷപ്പെടണം, അല്ലെങ്കിൽ മരണത്തിന് കീഴടങ്ങണം. എങ്ങനെയും സ്വയം രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ മാത്രമേ ഇവിടെ നിന്നും രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ എന്നവർ മാനസികമായി തയ്യാറെടുത്തു. പക്ഷേ ഇപ്പോൾ അവരലട്ടുന്ന മറ്റൊരു വിഷയം അതികഠിനമായ തണുപ്പും വിശപ്പുമാണ്. ആ വിമാനാവശിഷ്ടങ്ങൾ കിടക്കുന്ന പ്രദേശം ഒന്നാകെ മഞ്ഞിനാൽ മൂടിക്കിടക്കുകയാണ്. ഈ പ്രദേശത്ത് ഒരു തരി പുൽനാമ്പോ പ്രാണികളോ ജീവികളോ ഒന്നും തന്നെയില്ല. ചിലരൊക്കെ വിശപ്പ് സഹിക്കാനാകാതെ മഞ്ഞ് തന്നെ വാരി ഭക്ഷിച്ചു. എന്നാൽ അത് അപകടകരമായ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് അവരെ കൊണ്ടെത്തിച്ചു. കാരണം അന്തരീക്ഷം -0 ഡിഗ്രിക്കും താഴെയാണ്. അതിൻ്റെ കൂടെ മഞ്ഞുകൂടി ഭക്ഷണമായി കഴിച്ചപ്പോൾ ശരീരത്തിലെ ഊഷ്മാവ് ഗണ്യമായി കുറയുകയും അതുമാത്രമല്ല തണുപ്പിൻ്റെ ശക്തി കാരണം ചുണ്ടും തൊണ്ടയുമെല്ലാം മുറിഞ്ഞ് പലരും രക്തം ഛർദ്ദിക്കുകയും ചെയ്തു. അങ്ങനെ ഓരോ ദിവസവും അതികഠിനമായ തണുപ്പിൻ്റെയും വിശപ്പിൻ്റെയും നരകയാതനകളിലൂടെ അവർ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം വിശപ്പ് സഹിക്കാനാകാതെ കൂട്ടത്തിലൊരാൾ പറഞ്ഞു, നമുക്ക് കാനിബലിസം ചെയ്യാം. കാനിബലിസം എന്ന് പറഞ്ഞാൽ സെയിം സ്പീഷ്യസിൽപ്പെടുന്ന ജീവികൾ പരസ്പരം ഭക്ഷണമാക്കുക എന്നതാണ്. ഹ്യൂമൻ കാനിബലിസം എന്ന് പറഞ്ഞാൽ മനുഷ്യർ മനുഷ്യനെ തന്നെ ഭക്ഷണമാക്കുക എന്നതാണ്. അപ്പോൾ വിശപ്പ് സഹിക്കാനാകാതെ കൂട്ടത്തിൽ ഒരാൾ പറയുകയാണ്, നമുക്ക് ഒരാളെ ഭക്ഷണമാക്കാം. മാംസം കഴിച്ചാൽ മാത്രമേ പ്രോട്ടീൻ നമുക്ക് കിട്ടുകയുള്ളൂ. ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ കിട്ടിയാൽ മാത്രമേ ആരോഗ്യനില മെച്ചപ്പെടുകയുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്നും സർവൈവ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് മനുഷ്യമാംസം കഴിക്കാം. ഒരു സ്ത്രീ ഒഴികെ മറ്റെല്ലാവരും വിശപ്പിൻ്റെ കാഠിന്യത്താൽ മനുഷ്യമാംസം കഴിക്കാമെന്ന് സമ്മതിച്ചു. അങ്ങനെ അവർ ആദ്യം ഭക്ഷണമാക്കിയത് മരിച്ചുപോയ പൈലറ്റിനെ തന്നെയാണ്. മരിച്ചുപോയിരുന്നവരെ കുഴിച്ചിട്ടിരുന്നത് മഞ്ഞിലായതിനാൽ തന്നെ മൃതദേഹങ്ങൾ കേടുകൂടാതെ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ അവർ മനുഷ്യ ശരീരം ഭക്ഷണമാക്കി അവരുടെ ജീവൻ നിലനിർത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ വിധി അവരെ വീണ്ടും വേട്ടയാടി. വിമാനം അപകടത്തിൽപ്പെട്ടിട്ട് 18 ദിവസങ്ങളാകുന്നു. ജീവൻ അവശേഷിച്ച 27 പേർ അവർ ആ തകർന്ന വിമാനത്തെ ഷെൽട്ടറാക്കി അതിനുള്ളിലാണ് കിടന്നുറങ്ങുന്നത്. അന്ന് പുലർച്ചെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് പർവ്വത മുകളിൽ നിന്നും പതിവില്ലാത്ത ഭീകരമായ മുഴക്കവും ഒച്ചപ്പാടും കേട്ട് എല്ലാവരും ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേൽക്കുന്നു. അധികം വൈകാതെ തന്നെ പർവ്വത മുകളിൽ നിന്നും മഞ്ഞിടിച്ചിലുണ്ടായി അതിവേഗം പാഞ്ഞെത്തിയ മഞ്ഞ് ആ വിമാനത്തിനുള്ളിലേക്ക് ഇടിച്ചു കയറുകയും വിമാനം ഉൾപ്പെടെ എല്ലാവരെയും മൂടിക്കളയുകയും ചെയ്തു. ആർക്കും ശ്വാസം കിട്ടാത്ത അവസ്ഥ. മരണവെപ്രാളത്താൽ എല്ലാവരും വിമാനത്തിൻ്റെ തകർന്നു കിടക്കുന്ന ജനാല വഴിയൊക്കെ പുറത്തിറങ്ങി. എന്നാൽ വളരെ വലിയ കനത്തിൽ വിമാനത്തിന് മുകളിലേക്ക് മഞ്ഞ് മൂടിക്കിടപ്പുണ്ടായിരുന്നു. പ്രാണവെപ്രാളത്താൽ പലരും അവർക്കാവുന്ന വിധം കൈകൾ കൊണ്ട് മഞ്ഞ് വകന്നു മാറ്റി മഞ്ഞിന് മുകളിലേക്കെത്തി. അവർ പിന്നെ വിമാനത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കൂടി രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ തുടർന്നു. എന്നിരുന്നാലും ആ ഒരു അപകടത്തിൽ 8 പേരുടെ ജീവൻ കൂടി നഷ്ടപ്പെട്ടു. ഇനി ജീവനോടെ അവശേഷിക്കുന്നത് 19 പേരാണ്. ദിവസങ്ങൾ കടന്നു പോകുന്നു. ഇപ്പോൾ ആ ഉറുഗ്വൻ എയർഫോഴ്സിൻ്റെ വിമാനം ആൻഡീസ് പർവ്വതത്തിന് മുകളിൽ തകർന്നു വീണിട്ട് 43 ദിവസങ്ങളായിരിക്കുന്നു. ഭക്ഷണമില്ലായ്മയും ആരോഗ്യ പ്രശ്നങ്ങളും കാരണം 3 മരണങ്ങൾ കൂടി സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ആ അപകടത്തിൽ ജീവനോടെ അവശേഷിക്കുന്നത് വെറും 16 പേർ മാത്രം. അക്കൂട്ടത്തിൽ ഏതാനും പേരൊക്കെ ചേർന്ന് അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള മറ്റു മാർഗങ്ങൾ തേടി തങ്ങൾക്ക് ചുറ്റുമുള്ള ആൻഡീസ് പർവ്വത മടക്കുകൾക്ക് മുകളിലേക്ക് കയറുന്നതിനിടെ അവരുടെ തകർന്നുപോയ വിമാനത്തിൻ്റെ വാൾഭാഗം അവരുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അവർ അത് പരിശോധിച്ചപ്പോൾ വിമാനത്തിൻ്റെ റേഡിയോ ട്രാൻസ്മിറ്ററുമായി ഘടിപ്പിക്കാവുന്ന വലിയൊരു ബാറ്ററിയാണ് അവർക്ക് ലഭിച്ചത്. അവർ അത് വളരെ ആകാംക്ഷയോടെയും പ്രതീക്ഷയോടെയും തങ്ങളുടെ തകർന്നുപോയ വിമാനത്തിനരികിലേക്ക് എത്തിച്ചു.
ഏതാനും പേർ ചേർന്ന് ആ ബാറ്ററിയെ വിമാനത്തിൻ്റെ റേഡിയോ ട്രാൻസ്മിറ്ററുമായി ഘടിപ്പിക്കുവാൻ ശ്രമിച്ചു. അവരുടെ പ്രതീക്ഷ ഇങ്ങനെയായിരുന്നു: വിമാനത്തിൻ്റെ റേഡിയോ സംവിധാനങ്ങളെ ഈ ബാറ്ററിയുമായി ഘടിപ്പിച്ച് പുറത്തേക്കൊരു റേഡിയോ സന്ദേശം അയക്കാൻ കഴിഞ്ഞാൽ തങ്ങൾ കുറച്ചുപേർ ജീവനോടെ ഉണ്ടെന്ന് പുറം ലോകം അറിയുകയും വീണ്ടും രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും അങ്ങനെ തങ്ങളെ ഇവിടെ നിന്നും രക്ഷപ്പെടുത്തും എന്ന ആത്മവിശ്വാസത്തിലാണ് അവർ ആ ബാറ്ററി വിമാനത്തിൻ്റെ റേഡിയോ ട്രാൻസ്മിറ്ററുമായി ഘടിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. എന്നാൽ വിമാനത്തിൻ്റെ സംവിധാനങ്ങളെക്കുറിച്ച് മുൻ പരിചയമില്ലാത്തതിനാൽ ആ ബാറ്ററിയും റേഡിയോ ട്രാൻസ്മിറ്ററുമായി ഘടിപ്പിക്കുന്ന സംവിധാനങ്ങൾ അവർക്ക് എക്സ്ട്രീംലി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ദിവസങ്ങളോളം അവർ അത് കണക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടും അവർക്കതിന് കഴിഞ്ഞില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. വിമാനം അപകടത്തിൽപ്പെട്ടിട്ട് 61 ദിവസങ്ങളായി. ഇനിയും ഇവിടെ ഇങ്ങനെ കഴിയുന്നതിൽ ഒരു കാര്യവുമില്ലെന്ന് മനസ്സിലാക്കിയ കൂട്ടത്തിലെ ധൈര്യശാലികളായ ചിലർ ചേർന്ന് ചില ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നു. വിമാനം അപകടത്തിൽപ്പെട്ടിട്ട് 61 ദിവസങ്ങൾ കഴിയുന്നു. ഇനിയും ആരെങ്കിലും തങ്ങളെ തേടി വന്ന് രക്ഷപ്പെടുത്തുമെന്ന് കരുതി ഇവിടെ തന്നെ കഴിയുന്നത് മണ്ടത്തരമാണ്. ആയതിനാൽ പ്രായോഗികമായ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അക്കൂട്ടത്തിൽ നാൻഡോ എന്ന ആൾ പറഞ്ഞു, നമ്മൾ ഇവിടെ ഇങ്ങനെ നിന്നുപോയാൽ എല്ലാവരും ഇവിടെ കിടന്ന് മരിക്കത്തേയുള്ളൂ. നമ്മുടെ വിമാനം തകരുന്നതിന് തൊട്ട് മുമ്പ് പൈലറ്റ് അനൗൺസ് ചെയ്തത് ഓർക്കുന്നുണ്ടോ? നമ്മൾ ചിലി എന്ന രാജ്യത്തേക്ക് പ്രവേശിക്കുകയാണ് എന്നത്. പൈലറ്റ് അങ്ങനെ പറഞ്ഞ ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞിട്ടാണല്ലോ നമ്മുടെ വിമാനം തകർന്നു വീണതും. അപ്പോൾ നമ്മുടെ ഈ വിമാനം കിടക്കുന്നത് തീർച്ചയായിട്ടും ചിലിയുടെ ഭാഗമായ ഏതെങ്കിലും പ്രദേശത്താകാം. നമ്മളിൽ ആരോഗ്യമുള്ള 1-2 പേർ മലയുടെ മുകളിൽ കയറി നോക്കിയാൽ ചിലപ്പോൾ ചിലിയുടെ ഏതെങ്കിലും ഗ്രാമങ്ങളോ ജനവാസ പ്രദേശങ്ങളോ കാണാൻ കഴിഞ്ഞാൽ അവിടേക്ക് പോയി നമ്മുടെ കാര്യങ്ങൾ പുറം ലോകത്ത് അറിയിക്കുവാനും അതുവഴി ഇപ്പോൾ അവശേഷിക്കുന്ന എല്ലാവർക്കും ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുവാനും കഴിഞ്ഞേക്കാം. അങ്ങനെ ഡിസംബർ 12-ന് നാൻഡോ എന്നയാളും റോബർട്ടോ എന്നയാളും കൂടെ അന്റോണിയോ വിൻസെൻറ്റും ചേർന്ന് മലകയറ്റം ആരംഭിച്ചു. ഭക്ഷണമായി അവർ കൂടെ കരുതിയിരുന്നത് കുറച്ച് മനുഷ്യമാംസമാണ്. അതികഠിനമാണ് മലകയറ്റം. അന്തരീക്ഷ ഊഷ്മാവ് -2 ഡിഗ്രിക്കും താഴെയാണ്. ആ മൂവരും വളരെ പ്രതീക്ഷയോടെ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് മലയുടെ ഉയരമുള്ള പ്രദേശങ്ങളിലേക്ക് കയറിയെത്തി. അവിടെ നിന്നുള്ള കാഴ്ച അവരെ നിരാശരാക്കി. അവർ മനസ്സിൽ സ്വപ്നം കണ്ടതുപോലെ ചിലിയുടെ ഗ്രാമപ്രദേശങ്ങളോ മനുഷ്യവാസ പ്രദേശങ്ങളോ ഒന്നും തന്നെ അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. നോക്കത്താ ദൂരത്തോളം കുന്നുകളും മഞ്ഞിനാൽ പൊതിഞ്ഞ പർവ്വത മടക്കുകളുമാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത്. നിരാശരായ ആ 3 പേരും ആ മലകളെയും കുന്നിൻ ചെരുവുകളെയും കുറേ നേരം നോക്കി നിന്നു. കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചകൾ മരണത്തിൻ്റെ ശ്മശാന ഭൂമി പോലെ തണുത്തുറങ്ങി കിടക്കുന്ന മഞ്ഞുമലകളാണ്. എന്നിരുന്നാലും അവരുടെ മനസ്സിനുള്ളിൽ പ്രതീക്ഷയുടെ സ്പന്ദനങ്ങൾ അവരെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിച്ചു. എന്നാൽ ഇനി മുന്നോട്ട് പോകാനുള്ള യാത്രയിൽ 3 പേർക്ക് കഴിക്കുവാനുള്ള മനുഷ്യമാംസം കുറവാണ്. ആയതിനാൽ കൂട്ടത്തിലുണ്ടായിരുന്ന അന്റോണിയോ വിൻസെൻ്റ് തകർന്നു കിടക്കുന്ന വിമാനത്തിനരികിലേക്ക് തിരിച്ചു പോകാൻ തന്നെ തീരുമാനിച്ചു. മറ്റു 2 പേരും ലക്ഷ്യം കാണുന്നതുവരെ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ നാൻഡോ എന്നയാളും റോബർട്ടോ എന്നയാളും 9 ദിവസങ്ങളോളം നടന്ന് ഏതാനും കുന്നിൻ ചെരുവുകളൊക്കെ ഇറങ്ങി മഞ്ഞുരുകി ഒഴുകുന്ന ഒരു പുഴയുടെ തീരത്തെത്തി. അവിടെ വച്ച് അവരുടെ മനസ്സിന് ആനന്ദം പകരുന്ന ഒരു കാഴ്ച അവർ കാണുകയാണ്. പുഴയുടെ മറുവശത്ത് ഒരു കുതിരയുടെ മുകളിലിരുന്ന് മെല്ലെ നീങ്ങുന്ന ഒരു കർഷകനെ അവർ കാണുന്നു. നാൻഡോയും റോബർട്ടും കൂക്കി വിളിച്ച് ആ കർഷകനോട് സംസാരിക്കാൻ ശ്രമിച്ചു. കർഷകൻ കുതിരപ്പുറത്തു നിന്നും ഇറങ്ങി ആ മറുവരയിൽ നിന്നുകൊണ്ട് ആ ക്ഷീണിച്ച് അവശരായ ആ യുവാക്കളോട് കാര്യങ്ങൾ അന്വേഷിക്കുവാൻ ശ്രമിച്ചു. എന്നാൽ കുത്തിയൊഴുകുന്ന പുഴയുടെ ശബ്ദത്താൽ ക്ഷീണിതരായ നാൻഡോയും റോബർട്ടും പറയുന്നത് കർഷകന് വ്യക്തമായി കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ആ 2 യുവാക്കളും വളരെ ക്ഷീണിതനാണെന്നും അവർക്കെന്തോ കാര്യങ്ങൾ പറയാനുണ്ടെന്നും മനസ്സിലാക്കിയ കർഷകൻ അവരോട് സ്പാനിഷ് ഭാഷയിൽ മനാന എന്ന് പറഞ്ഞു. അതായത് ഇംഗ്ലീഷിൽ ടുമാറോ എന്ന് പറഞ്ഞ് ആ സന്ധ്യാസമയത്ത് കുതിരപ്പുറത്ത് കയറി വീട്ടിലേക്ക് അദ്ദേഹം മടങ്ങി. ഇതേസമയം ക്ഷീണിച്ച് അവശരായ നാൻഡോയും റോബർട്ടും ആ പുഴയുടെ തീരത്ത് തന്നെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം ആ കർഷകൻ രാവിലെ തന്നെ കുതിരപ്പുറത്ത് തിരിച്ചു വന്നു. ഇത്തവണ അദ്ദേഹത്തിൻ്റെ പക്കൽ പേപ്പറും ഒരു പെൻസിലും ഉണ്ടായിരുന്നു. പേപ്പറിനുള്ളിൽ കുറ്റിപ്പെൻസിൽ വച്ച് ഒരു കല്ലിൽ ചുരുട്ടി അദ്ദേഹം പുഴയ്ക്കപ്പുറത്തുള്ള യുവാക്കളുടെ അടുത്തേക്ക് ആ പേപ്പർ എറിഞ്ഞു കൊടുത്തു. അവർ ആ പേപ്പറും പെൻസിലും എടുത്ത് തങ്ങൾ വിമാനാപകടത്തിൽപ്പെട്ടവരാണെന്നും കുറച്ചുപേർ ഇപ്പോഴും ആ വിമാനത്തിനരികെ ജീവനോടെ ഉണ്ടെന്നും
എത്രയും പെട്ടെന്ന് അധികാരികളെ അറിയിച്ച് നമ്മുടെ ജീവൻ രക്ഷിക്കണമെന്നും ആ പേപ്പറിൽ എഴുതി കല്ലുകൊണ്ട് ചുരുട്ടി പുഴയ്ക്കിപ്പുറത്ത് നിന്ന കർഷകൻ്റെ അരികിലേക്ക് എറിഞ്ഞുകൊടുത്തു. അതെടുത്തു വായിച്ച് കാര്യം മനസ്സിലാക്കിയ കർഷകനൊന്ന് ഞെട്ടി. കാരണം 2 മാസങ്ങൾക്ക് മുമ്പ് ആൻഡീസ് പർവ്വതങ്ങൾക്ക് മുകളിൽ വിമാനം തകർന്നു വീണ വാർത്ത അദ്ദേഹം കേട്ടിരുന്നു. ആ വിമാനത്തിൽ ജീവനോടെ അവശേഷിച്ചവരിൽപ്പെട്ട 2 പേരാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത്. കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയ അദ്ദേഹം 2 യുവാക്കൾക്കും തൻ്റെ പക്കലുണ്ടായിരുന്ന റൊട്ടി എറിഞ്ഞു നൽകി. ഉടൻ തന്നെ ആ കർഷകൻ തൻ്റെ കുതിരപ്പുറത്ത് കയറി കുറച്ചകലെയുള്ള ജനവാസമുള്ള നഗരത്തിലേക്ക് ആ പേപ്പർ സന്ദേശവുമായി പാഞ്ഞു. അവിടെയുള്ള ഉദ്യോഗസ്ഥരെയും സൈനിക മേധാവിയെയും കാര്യമറിയിക്കുകയും അദ്ദേഹം സാന്റിയാഗോയിലെ സൈനിക ആസ്ഥാനവുമായി ബന്ധപ്പെടുകയും ചെയ്തു. ഈ വിവരങ്ങൾ അറിഞ്ഞ് നദിക്കരയിലേക്ക് എത്തിയ മറ്റ് കർഷകർ നാൻഡോ പരോഡയെയും റോബർട്ടോ കനാസയെയും തങ്ങളുടെ ഗ്രാമമായ ലോസ് മെറ്റേസിലേക്ക് കൊണ്ടുപോവുകയും അവർക്കവിടെ വിശ്രമിക്കുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി നൽകുകയും ചെയ്തു. കഴിഞ്ഞ 10 ദിവസത്തിനിടെ ആ ഇരുവരും കൂടി ആ മഞ്ഞുമലകൾ താണ്ടി നടന്നത് 61 കിലോമീറ്ററായിരുന്നു. ഈ സംഭവങ്ങൾ മറ്റ് ആൾക്കാർ കൂടി വളരെ വേഗത്തിൽ കാട്ടുതീ പോലെ അറിഞ്ഞു തുടങ്ങി. അതോടെ അതൊരു അന്താരാഷ്ട്ര വാർത്തയായി മാറി. തകർന്ന വിമാനത്തിനരികിൽ ജീവനോടെ അവശേഷിക്കുന്നവരെ ഉടനടി രക്ഷിക്കുവാൻ ചിലിയൻ വ്യോമസേന 3 ഹെലികോപ്റ്ററുകൾ അയക്കുന്നു. തകർന്ന വിമാനം കിടക്കുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ സൈനിക ഉദ്യോഗസ്ഥർ നാൻഡോയിൽ നിന്നും റോബർട്ടോയിൽ നിന്നും വിശദമായി തന്നെ ചോദിച്ച് മനസ്സിലാക്കി. നാൻഡോ പരാഡോയെ രക്ഷാദൗത്യ സംഘം ഹെലികോപ്റ്ററിൽ കയറ്റി മറ്റ് 14 പേർ കുടുങ്ങിക്കിടക്കുന്ന തകർന്ന വിമാനം ലക്ഷ്യമാക്കി പറന്നു. അങ്ങനെ നീണ്ട 72 ദിവസങ്ങൾക്കൊടുവിൽ അവരെ കണ്ടെത്തി. ജീവനക്കാരടക്കം 45 പേരുണ്ടായിരുന്ന ആ വിമാനാപകടത്തിൽ നിന്നും നീണ്ട 72 ദിവസത്തെ നരകതുല്യമായ ദുരിതയാതനകൾ സഹിച്ച് 16 പേർ അതിജീവിച്ച് ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി. ഈ ഒരു സർവൈവലും ലോകത്തിന് നൽകുന്ന ഒരു സന്ദേശം ലക്ഷ്യമുണ്ടെങ്കിൽ അസാധ്യമായി ഒന്നുമില്ല എന്നത് തന്നെയാണ്. ഇതുപോലൊരു സിറ്റുവേഷനിൽ നമ്മൾ അകപ്പെട്ടു പോയാൽ എന്തു ചെയ്യുമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വളരെ വ്യത്യസ്തമാർന്നതും പുതുമയാർന്നതുമായ മറ്റൊരു സംഭവമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ഇറ്റ്സ് മീ അനീഷ് റോബിൻസൺ സൈനിങ് ഓഫ്.